ഇന്നൊരു അവധി ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിച്ച് പൊന്തിയപ്പോഴാണ് നമ്മളും ഇതുപോലെ കിടക്കേന്ന് എണീറ്റത്. അവധി ദിവസങ്ങളിൽ എനിക്കത് ഇത്തിരി മടിയാണ് അല്ലേ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ദിവസം ഇവിടെ തുടങ്ങിയാലോ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. നമ്മുടെ പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ കുറെ ദിവസമായിട്ട് നമ്മുടെ മഞ്ഞൾ, നെല്ലിക്ക, വെള്ളത്തുമ്പഴാണ് ദിവസം തുടങ്ങുന്നത്. നല്ല മാറ്റം ഉണ്ട് കേട്ടോ. നമ്മുടെ പിഗ്മെന്റേഷൻസ് കുറയ്ക്കാനും വയറിന്റെ ശോധനയ്ക്കും ഒക്കെ അടിപൊളിയാണ്. കുറച്ച് ദിവസം മുൻപ് നെക്സ്റ്റ് പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാണ് ഈ ഷായി പനീർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സംഭവം കേട്ടോ. ഇവിടെ ഒരു പനീർ കൊതി ഉണ്ടല്ലോ നമ്മുടെ ശ്രീകുട്ടൻ. അത് കാരണം അവനാണ് എനിക്ക് ഈ ഒരു സംഭവം കാണിച്ചത്. അമ്മ ഒന്ന് ട്രൈ ചെയ്യാം അമ്മ എന്ന് പറഞ്ഞിട്ട്. എന്നാ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇതാ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് പനീറിന്റെ ഒരു 5-6 കഷ്ണമൊക്കെ ഉണ്ട്. എത്ര രൂപന്ന് ഞാൻ മറന്നുപോയി. ഇത് നമ്മൾ 2 മിനിറ്റ് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കറി അടിപൊളിയാണ്. നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ള കറിയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ശ്രീകുട്ടൻ പക്ഷെ പറഞ്ഞത് അമ്മ ഉണ്ടാക്കുന്ന പനീർ കറിയാണ് ടേസ്റ്റ്. ഇനിയിപ്പോൾ അവൻ സുഖിപ്പിക്കാൻ പറഞ്ഞതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എന്തായാലും ഞാൻ ഉണ്ടാക്കാത്ത കാരണം കൊണ്ട് ഇതങ്ങോട്ട് വലുതായിട്ട് ബോധിച്ചു. ഇത് കൂടിയിട്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ ചപ്പാത്തി കഴിച്ചത് കേട്ടോ. അപ്പൊ നമ്മളിതുപോലെ നല്ലൊരു ഓവൻ സേഫ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഇതങ്ങ് empty ചെയ്യുക. എന്നിട്ട് ഇതാ 2 മിനിറ്റ് ഒന്ന് ഓവൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്. ഓ എന്താ അല്ലേ, ജീവിതത്തിലത്തെ കുഞ്ഞു കുഞ്ഞു ഈ ഹാക്കുകളൊക്കെ ഉണ്ടല്ലോ നമുക്ക് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. ഇപ്പൊ അമ്മയും ഭാഗ്യനൊക്കെ ഗുജറാത്തിൽ പോയപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഫുഡ് എന്ന് പറയുന്നത്. അവർക്ക് ഈ ഫുഡ് ഇഷ്ടാവാൻ വഴിയില്ല, പക്ഷെ ഇതിന്റെ ചിക്കനും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നേ, വേറെ വേറെ ബ്രാൻഡിന്റെ. അപ്പൊ അതൊക്കെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്, ഒരു ഓവൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി തരാണ്ട് വേറെ ആരെങ്കിലും ഫുഡ് ഉണ്ടാക്കി തന്നാൽ, ഐ മീൻ ഞാൻ കുക്ക് ചെയ്യാത്ത ഏത് ഫുഡ് വേറെ ആര് തന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത്തിരി ഉപ്പും മുളകൊക്കെ കുറഞ്ഞാലും ഞാൻ ആസ്വദിച്ച് അതങ്ങോട്ട് കഴിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് ചായയും അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ശ്രീകുട്ടന്റെ സ്പെഷ്യൽ വിഭവമായിട്ടുള്ള ചപ്പാത്തിയും പനീറാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ ആൾക്കുള്ള 3-4 കഷ്ണം, കഷ്ണത്തിലത്തെ 3/4 ഭാഗവും ആള് കഴിച്ചു. എന്താണെന്നറിയില്ല, ശ്രീകുട്ടന്റെ പനീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം വല്ലാത്ത പ്രണയമാണ് അതിനോട്. ഇവിടെ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് എണ്ണിച്ചുട്ട പോലെയാണ് കേട്ടോ. ശ്രീകുട്ടന് ഒരു ചപ്പാത്തിയും കുറച്ച് പനീർ കറിയും, ഭാഗ്യനൊരു 3 ചപ്പാത്തിയും കുറച്ച് പനീർ കറിയും, അതുപോലെ തന്നെ എനിക്ക് 2 ചപ്പാത്തിയും കുറച്ച് പനീർ കറിയും. അതാവുമ്പോൾ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഫിനിഷ് ചെയ്യും, ലെഫ്റ്റ് ഓവർ ഫുഡ് വരില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ട്രൈ ചെയ്തില്ലെങ്കിൽ കുറേ ഫുഡ് വേസ്റ്റ് ആവുന്ന പോലെ ഫീൽ ചെയ്തുകൂടാ. അപ്പോൾ പണിക്കാറുള്ള സമയമാണെങ്കിൽ ഇതൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല കേട്ടോ. ഫുഡ് എന്തായാലും അധികം ഉണ്ടാക്കണം, കുറച്ചധികം വരികയും ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ പണിക്കാരൊന്നും ഇല്ലല്ലോ, ചേട്ടന്മാർ വൈകുന്നേരം ആകുമ്പോൾ വാഴ നനയ്ക്കാൻ മാത്രമേ വരുള്ളൂ. ആരോ രുചികരമായി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് പനീറിന്റെ ചാറ് എടുത്തിട്ട് ഞാനും ചപ്പാത്തി കൂട്ടി അങ്ങോട്ട് കഴിച്ചു കേട്ടോ. എനിക്കിന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട്, അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഡാൻസ് ക്ലാസ്സിൽ പോകണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് പറയാമെന്ന് വിചാരിച്ചു. എനിക്ക് എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് അവസരം കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി നോക്ക്. ആ ജനലുകളുടെ ഉള്ളിൽ കൂടെ ഒരു നിഴലാട്ടം ഉണ്ടല്ലോ, അത് ഭാഗ്യം നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ ഷട്ടപ്പടയെന്ന് ഭക്ഷണം കഴിച്ചത് ആ കാറിൽ കയറി പോവാണ്. നമ്മൾ തൃശ്ശൂർക്കാണ് പോണത് കേട്ടോ. എനിക്കിന്ന് നമ്മുടെ മോഹിനിയാട്ടത്തിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ മോഹിനിയാട്ടത്തിന്റെ ക്ലാസ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 മണിക്കൂർ ഉണ്ടാവും. അപ്പൊ നമുക്കിനി ക്ലാസ്സിലെത്തിയിട്ട് കാണാം കേട്ടോ. ഡാൻസ് ക്ലാസ്സിലെത്തിയേ ഞാൻ എന്റെ കൂട്ടുകാരെ പരിചയപ്പെടുത്തി തരാം. പേര് പറയണ്ട. ഞങ്ങള് ഇതിൽ കുറെ പേരൊക്കെ ഡാൻസ് പഠിക്കാൻ, അല്ല മാവേലികൾ മാത്രല്ല, ടീച്ചേഴ്സ് അല്ല, ഇതില് ഭൂരിഭാഗം പേരും ഇപ്പൊ പ്രേണിച്ചൊക്കെ ഡാൻസ് ടീച്ചേഴ്സാണ്. ഇപ്പൊ ഞങ്ങളൊന്നും ഡാൻസ് ടീച്ചേഴ്സാണ്, ഞങ്ങൾക്ക് വേറെ ജോലിയുള്ളവരാണ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ കുറെ പേര് ജോലി ചെയ്യുന്നവർ ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നവരുണ്ട്, ഡാൻസിനോടുള്ള പാഷൻ മുന്നിട്ട് വന്നവരുണ്ട്. അങ്ങനെ ഒരാളാണ് മനീഷ, ലൈക്ക് മീ, എൻ്റെ പോലെ. പിന്നെ ഇവിടെയുള്ള ചേച്ചിമാർ കുറെ പേരുണ്ട്. എനിക്ക് കുറെ പേരൊന്നും അറിയില്ല, ഞാൻ കുറച്ച് പേരൊക്കെ കാണിച്ചു തരാം. അതേണ്ടോ, കുറെ ആൾക്കാരുണ്ട്. മാഷിന്ന് വരാൻ വൈകി അറിയണം കൊണ്ടാട്ടോ ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തി. പിന്നെ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ വ്ളോഗിൽ വരാൻ. ഞാൻ കുറച്ച് പേരെ കാണിച്ചു ഒരു ഹായ് പറഞ്ഞിട്ട് പേര് പറഞ്ഞേ, നാട് പറയാൻ താല്പര്യം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞില്ലേ കണ്ണൂരിൽ നിന്നൊക്കെ ചേച്ചിമാർ വരുന്നുണ്ടെന്ന്. പേര് പറയും മഞ്ജു ചേച്ചി, പേര് തലശ്ശേരി. ഇവരൊക്കെ ഡാൻസ് ടീച്ചേഴ്സാണ് കേട്ടോ. എൻ്റെ വീട് ഇവിടെ തൃശ്ശൂരുണ്ട്, തൃശ്ശൂര് കോടന്നൂര്. പേര് നവമി. പേര് പറയടാ. ഇവരൊക്കെ ഡാൻസ് ടീച്ചേഴ്സാണ് കേട്ടോ. കുറെ പേരുണ്ട് ഇവിടെ നിന്ന്, നല്ല കാണുള്ളൂ. ഞങ്ങൾ ഡാൻസ് ടീച്ചറല്ല. അപ്പൊ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാട്ടോ കേട്ടോ.
ഡാൻസ് ക്ലാസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ടെൻഷൻ അങ്ങ് റിലീഫ് ചെയ്യുന്ന വലിയൊരു ഇടാണ്. അപ്പോൾ ഡാൻസ് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്ത് പിന്നെ മാഷ് വന്ന് മാഷിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് കൈ ഇങ്ങനെ ഒരു 6-7 മാസം കൊണ്ട് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെ വേദനയും കാര്യങ്ങളൊന്നും ഇല്ല ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ മാഷിന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. മാഷെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പ്രാക്ടീസൊക്കെ ഒരു 2 മണി വരെ ചെയ്തു. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മോഹിനിയാട്ടത്തിന്റെ ക്ലാസ്സും തിങ്കളും ബുധനും ഭരതനാട്യം കുച്ചിപ്പുടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സമയം മാറ്റി വെക്കേണ്ടി വരുന്നുണ്ട്. നല്ല ടയർഡായ കാരണം കൊണ്ട് വരുന്ന കാര്യമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ലടാ. ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. നമ്മുടെ ക്രിസ്മസിന്റെ അന്ന് ചേച്ചി വന്നപ്പോൾ എനിക്കൊരു 3-4 ഉടുപ്പ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ചേച്ചിയുടെ ഇപ്പം ഉടുപ്പുകൾ ഭയങ്കര ഭംഗിയാണ്. ചേച്ചി ഞാൻ തുണിയെടുത്ത് കൊണ്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് എനിക്കിത് അതുപോലെ ഉടുപ്പുകൾ തയ്ച്ചു തരും. നമ്മുടെ വീട്ടിലിരുന്ന ഉടുപ്പുകളില്ലേ അതെനിക്ക് തയ്ച്ചു തരും കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം എന്താ ഇതാണ്. അപ്പോൾ എനിക്കത് നിങ്ങളെ കാണിച്ചു തരാണ്ട് ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഞാൻ കാണിച്ചു തരാൻ മീൻസ് ഇടാണ്ടിരുന്നിരുന്നു എത്ര ദിവസമായിട്ട്. പിന്നെ എനിക്ക് തോന്നി ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ വിട്ടോടെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഏത് ഡ്രസ്സ് ഇടും എന്നാലോചിച്ചപ്പോഴേക്കോ ഞാൻ എന്നാൽ പിന്നെ അതാ ഇത് ഇടാലോ എന്ന് വിചാരിച്ചു. ഇതുപോലെ കണ്ട ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ടൊക്കെ ഇങ്ങനെ മറ്റേ എന്താ പറയുക ലേസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ചേച്ചി തയ്ച്ചു തരാം. ഭയങ്കര ഫ്രീ ആണ്, അത് ഭയങ്കര ലൂസായിട്ടേ നമുക്കിങ്ങനെ ഭയങ്കര കംഫർട്ടബിളാണ് തയ്ക്കുന്ന ഉടുപ്പുകൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു ഉടുപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, എൻ്റെ കുറേ ഉടുപ്പുകളുണ്ട് തയ്ച്ചത് ഇടാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ തുണി ഇങ്ങനെ തുടക്കണ കാരണം കൊണ്ടുള്ള ശീലമുള്ള കാരണം കൊണ്ട് എൻ്റെ ഈ സൈഡ് മുഴുവൻ കേടാവും ഡ്രസ്സുകളുടെ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കമൻറ്റ് ബോക്സിലൊക്കെ ചേച്ചിമാരെ അയക്കാറുണ്ട് ഇത്തിരി പ്രസൻറ്റബിൾ ആയിട്ട് നിന്നിവിടെ. ചേച്ചിമാർ മാത്രമല്ല നമ്മുടെ വീഡിയോ കുറച്ച് റീസെൻ്റ്ലി ആയിട്ട് കാണുന്ന ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട് കുറച്ച് പ്രസൻറ്റബിൾ ആയിട്ട് നിന്നൂടെ ശ്രീജ, അല്ലെങ്കിൽ കുറച്ച് ഒരുങ്ങി നിന്നൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരുങ്ങി നിന്നാമെന്ന് പറയും ഇതെന്താ ഹിന്ദി സീരിയലാണോ എന്നൊക്കെ ചോദിക്കും. ആക്ച്വലി നമ്മുടെ ക്യാമറയിൽ എടുക്കുമ്പോഴും നമ്മുടെ ചാൽസ് വന്ന് നമുക്ക് വീഡിയോസ് എടുത്തരില്ലേ, നമ്മുടെ ഷോർട്സും ഇൻസ്റ്റാഗ്രാമിലത്തെ റീൽസുകളൊക്കെ എടുത്തരില്ലേ, അപ്പോഴും ആ ക്യാമറയുടെ ക്ലാരിറ്റി കാരണം കൊണ്ടും ഒക്കെ ലൈറ്റിങ് കാരണം കൊണ്ടും ഒക്കെ നല്ല മാറ്റം ഉണ്ടാവും നമുക്ക്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ആക്ച്വലി അവൻ്റെ ക്യാമറയിൽ കാണുന്നത് ഞാനാണ്, ഞാൻ സുന്ദരിയാണ്. ഈ കാണുന്നത് ഞാനല്ല, ഞാൻ വേറെ ഏതോ ഞാനാ. അപ്പോൾ ഞാൻ അതേറോട് ഇങ്ങനെ നമ്മളൊന്നും അവൻ വരുമ്പോഴായാലും ഇപ്പോഴായാലും നമ്മൾ തന്നെ മേക്കപ്പുകളോ അങ്ങനെ ഫൗണ്ടേഷൻ ഇടുക ബ്ലഷ് ഇടുക ഒന്നും ചെയ്യില്ല. പിന്നെ ലിപ്സ്റ്റിക്ക് മേക്കപ്പ് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ആ മേക്കപ്പ് ഞാൻ ചെയ്യാറുണ്ട്. എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടും, അല്ലെങ്കിൽ ലിപ് ബാം ഇടും, ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാമുകൾ ഇടും. എൻ്റെ ചുണ്ട് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ്. അപ്പോൾ എനിക്കതിങ്ങനെ ഇത് ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ മുഖത്തിന് നല്ലൊരു ഗ്ലോ വരുന്ന പോലെയും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ തോന്നുന്ന ഒരു ഫീൽ വരാറുണ്ട്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ ഞാൻ കണ്ണുപോലെ ഇടാറില്ല കേട്ടോ. എനിക്ക് മേക്കപ്പ് ചെയ്യാനാണ് ഏറ്റവും മടിയുള്ള കാര്യം. പിന്നെ ഇപ്പോൾ പുരുകൊന്നും എഴുതേണ്ട ആവശ്യം വരാറില്ലല്ലോ, നമ്മൾ അത് ആ ഒരു ഫില്ലിങ് ചെയ്ത കാരണം കൊണ്ട് പൊട്ടൂത്തും കുറിയായിരിക്കും. എനിക്ക് തോന്നുന്നത് 7 കൊല്ലം മുന്നേ നിങ്ങൾ എന്നെ എങ്ങനെയാണോ കണ്ടിട്ടുണ്ടാവുക അതുപോലെ തന്നെയാണ് ഞാനിപ്പോഴും ഇരിക്കണമെന്ന് തോന്നാറുണ്ട് എനിക്ക്. അല്ലെങ്കിൽ ഞാനൊരു മാറ്റങ്ങളും വരുത്താറില്ല, പക്ഷെ അതിനേക്കാൾ സിമ്പിളായിട്ടൊന്നും തോന്നാറുണ്ട്. ഇപ്പം വലിയ വലിയ കമ്മലുകൾ ഇടാറില്ല. കാലം മാറുമ്പോഴേ നമ്മുടെ ഇഷ്ടങ്ങളും രുചികളും ഒക്കെ മാറും. വർത്താനം പറഞ്ഞാൽ ഞാനിവിടെ അങ്ങനെ വർത്താനം പറഞ്ഞേക്കും. ഇപ്പം നമുക്ക് പോകേണ്ട നേരെ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഉടുപ്പുകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. ഇത് നമ്മൾ തുണിയെടുത്ത് റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് തയ്ക്കുന്നതാണ് കേട്ടോ. ചേച്ചിയാണ് എൻ്റെ തയ്പ്പുകാരി. ആദ്യമായിട്ടായി ആയിരുന്നു തയ്ച്ചു തന്നിരുന്നത്, പിന്നെ അത് ചേച്ചി. അപ്പം ഞാൻ ഇതേ കണ്ടോ, ആദ്യത്തെ നമ്മുടെ ഒരു മഞ്ഞ ഉടുപ്പാണ്. മഞ്ഞ എൻ്റെ ഫേവറേറ്റ് കളറാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. മഞ്ഞ വിട്ട് നമുക്കൊരു കളറുകളെ കുറിച്ചുള്ള മഞ്ഞ 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 ബൾബുകൾ മഞ്ഞിടുമ്പോൾ നമുക്ക് ആകെ അങ്ങനെ ഉദിച്ചു വരുന്നൊരു ഫീലാണ്. ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ലേസൊക്കെ വെച്ചിട്ടുണ്ട്. കോട്ടനാണ്, നല്ല കോട്ടനാണ്. മഞ്ഞ ഇങ്ങനെ വെള്ള വെള്ള പൂക്കൾ. വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആക്ച്വലി ഇതിന് അടിയിൽ പ്രിൽസ് ഉണ്ട് കേട്ടാ. എൻ്റെ ഇവിടെ നിന്ന് ഇതൊക്കെ ഉരിയാറായി. അടുത്ത പോലെ വീണ്ടും എടുത്തിട്ടുണ്ടതാ. അതാകുമ്പോൾ ഒരു കുഞ്ഞി ലെഗിൻസോ ഷോർട്ട്സോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതങ്ങോട്ട് ഇട്ടാൽ കംഫർട്ടബിൾ ആയി. പിന്നെ വീട്ടിൽ നിൽക്കുന്ന നേരത്തെ ആരെങ്കിലും കയറി വന്നാലും നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാനായിട്ട് അയ്യോ ഡ്രസ്സ് മാറണം, വന്നു ഫ്രണ്ട്സ് വന്നു, കൂട്ടുകാർ വന്നു, ബന്ധുക്കൾ വന്നു ചോദിക്കണ്ട എന്താണ് കൈസ് വേണ്ടത് എന്ന് വെച്ചിട്ട് ചോദിക്കാം. നമ്മൾ നല്ല പ്രസൻറ്റബിൾ ആണോ ഓൾറെഡി, അത്യാവശ്യം വൃത്തിയും വെടുപ്പുള്ള ഒരു ഡ്രസ്സാണെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ ഡ്രസ്സ്.
ഇവിടുത്തെ കഴുത്തിന് മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ അതുപോലെയൊക്കെ തന്നെയാവും. അപ്പോൾ ചേച്ചിയാണ് എനിക്ക് അയച്ചിരുന്നത്, നമ്മുടെ സുജാട്ടോ, സുജയാണ് എനിക്ക് അയച്ചിരുന്നത്. ചില കളറുകൾ വരുമ്പോഴേ നമ്മുടെ മുഖത്തിന് ഭയങ്കര ഒരു ഉതുപ്പി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു കളറാണ് നമ്മുടെ ഈ മഞ്ഞ എന്ന് പറയുന്നത്. ഞാൻ ഇതൊരു ക്രിസ്മസ് വൈബായിട്ട് ചേച്ചി തയ്ച്ചെന്നാ തോന്നുന്നു. ക്രിസ്മസിന് വന്നപ്പോഴാണ് ആൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസ് വൈബായിട്ട് തയ്ച്ചെന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോഴാണ് തുറന്നു നോക്കുന്നത്. ഇതെങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് ചേച്ചിയുടെ കയ്യിൽ കൊണ്ടുകൊടുത്ത് ചേച്ചി സൗകര്യമുള്ളപ്പോഴാണ് തയ്ച്ചു തരിക. അവിടെ ചേച്ചിക്ക് നല്ല തിരക്കാണല്ലോ. അപ്പോൾ ഞാൻ മറന്നു പോകും ഏതൊക്കെയോ കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ അതിലുണ്ടായിരുന്നതാണ് ക്രിസ്മസിൻ്റെ. ആലോചിച്ചിട്ടാവും ഞാൻ എടുത്തിട്ടുണ്ടാവുക. പക്ഷെ അതിലുണ്ടായിരുന്നതാണ് ഈ ഒരു വൈറ്റ് ഹക്കോബയുടെ മെറ്റീരിയൽ വെച്ചിട്ട് ഇതേണ്ട ഫ്രിൽസ് ഉണ്ട് ഇവിടെ, ഇങ്ങനെ ഫ്രിൽസ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടി താഴത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈഡിങ് സിബൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീഡിങ് ഗൗണായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ ആരെങ്കിലും തയ്ക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ തയ്ച്ച് കിട്ടു വെക്കും കേട്ടോ. നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലുമാണ്. കണ്ടോ, ഫ്രീ ആണ്. നമുക്ക് എവിടെയും പിടിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഇറുകി നിൽക്കുകയോ അങ്ങനെ ഒന്നും ഫീൽ ഇല്ല. നമ്മൾക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ടും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് നല്ല ഡ്രസ്സുകൾ വീട്ടിലിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമ്മൾ പണ്ട് എങ്ങനെ ഉപയോഗിച്ചിരുന്നത്, നമ്മൾ പണ്ട് നല്ല പുറത്തേക്കൊക്കെ പോകാൻ ഉപയോഗിച്ചിരുന്ന നല്ല ഉടുപ്പുകൾ കേടാവുമ്പോൾ വീട്ടിലിടും, അങ്ങനെയല്ല ചെയ്തിരുന്നത്. ഈ അടുത്തിടയ്ക്കാണ് വീട്ടിലിടാൻ വേറെ ഡ്രസ്സ്, പുറത്തേക്ക് പോകാൻ വേറെ ഡ്രസ്സ്, കിടന്നുറങ്ങാൻ വേറെ ഡ്രസ്സ്, നൈറ്റ് ഡ്രസ്സ്, അങ്ങനെ ഓരോരോ ഒക്കേഷൻ അനുസരിച്ച് നമ്മൾ ഡ്രസ്സുകൾ, വിൻ്റർ ഡ്രസ്സ്, സമ്മർ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയത്. പക്ഷെ നമുക്കതിപ്പോൾ ഇങ്ങനെ ഇടാൻ അവസരം കിട്ടുന്ന കാരണം കൊണ്ട് നമ്മൾ ഇടുന്നു എന്ന് മാത്രം. പക്ഷെ അതൊരു നല്ലതാണ്, പൊട്ടയാണ്. നല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സീസൺ അനുസരിച്ച് ഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല നല്ല ഡ്രസ്സുകൾ ചെയ്തിട്ട് നമുക്കൊരു ഡ്രസ്സുകൾ ഇഷ്ടമുള്ളവർക്ക് ഒരു ആത്മസംതൃപ്തി ഉണ്ടാവില്ലേ, അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കളർ തിയറി പ്രകാരം വൈറ്റ് നമ്മുടെ മുഖത്തേക്ക് വന്നപ്പോഴാണ് ഇത്രയും ഉതുപ്പ് നമ്മുടെ മുഖത്തിന് ഫീൽ ചെയ്തത് അല്ലേ? നമുക്ക് കുടവയറുള്ളതായിട്ടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടാ. ഇത് ശ്രീകുട്ടൻ്റെ ഡ്രസ്സൊക്കെ മാറി പോകാൻ വേണ്ടിയിട്ട് മുടി ഒന്ന് വെട്ടിങ്ങി നല്ലതായിരുന്നു എന്ന് അഭിപ്രായം ഉണ്ട് അമ്മയ്ക്ക്. അമ്മേന്റെ തലേനെക്കാട്ടുണ്ട് എന്റെ തല. അതന്നെ, അമ്മയുടെ തലയേക്കാളും വലിയ തലയുടെ പണിയാ നിന്റെ. നോക്ക്, ഇത് അടിയിൽ ഇങ്ങനെ ഫ്രില്ലൊക്കെ ആയിട്ടുള്ള ഒരു രീതിയിലാണ്. ഇത്തിരി കൂടി ഇറക്കുന്നുണ്ട് നമ്മുടെ ഈ മഞ്ഞുടുപ്പിനേക്കാളും, ഒരു ആംഗ്ലോ ഇന്ത്യൻ വൈബ്. അപ്പൊ നമുക്കിനി അടുത്ത ഡ്രസ്സ് ഇടാം. അടുത്തത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിലിടാൻ തോന്നുന്നേ ഇല്ല കേട്ടോ. ഇതിന് ചേച്ചി ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ടോപ്പ് പോലെ തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. പക്ഷെ നല്ല ലൂസിൽ തയ്ച്ചിട്ടുണ്ട് കേട്ടോ ആള്. ഞാൻ ഇനി വണ്ണം വെച്ചാലോ എന്ന് ചേച്ചിട്ടായിരിക്കും. അപ്പോൾ കാണുമ്പോഴും എന്നോട് പറയും, എടി നീ കുണ്ടുമുളക് പോലെയായി വരികടി, കുണ്ടുമുളക് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ വേറൊരു ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പ്രത്യേകിച്ച് വർക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ല. ഇതെന്ന് കണ്ടോ, ഇതിൻ്റെ ഡിസൈൻ വന്നിട്ട് ഇതാണ്. ഇതിനും താടിയിൽ ഇതുപോലെ ചെറുതായിട്ട് പ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഉള്ളൂ കേട്ടാ. ഒരെണ്ണം കൂടി ഉണ്ട്, 4 തയ്ച്ചെന്നായിരുന്നു. പിന്നെ അതും കൂടി കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇതിട്ടിപ്പോൾ ഞാൻ നല്ല ഗുണ്ടുമണിയായ പോലെ ഒരു ഫീൽ ഉണ്ട് എനിക്ക്. ഇതുമ്പോൾ വർക്കുകളില്ലാത്ത കാരണമാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് ഒരു നമ്മുടെ ഇങ്ങനെ ഒരു ഗുണ്ടൂസ് ഫീൽ ചെയ്യണം അല്ലേ. ആക്ച്വലി ഇതിൻ്റെ നെക്ക് വന്നിട്ടുണ്ടോ, ഇതും ഒരു ക്രിസ്മസ് തീമിലേക്കാണ് ചേച്ചി പോയിരിക്കുന്നത്. റെഡ് ആൻഡ് വൈറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ ഹക്കോബയുടെ പോലത്തെ ഒരു ലേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ വീട്ടിലിടുന്ന ഉടുപ്പുകൾ. ഇതിന് അടിയിൽ പ്രിൽസ് ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അങ്ങനെ മുദ്രകൾ ശ്രദ്ധിക്കണം കേട്ടോ. മുദ്രകൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് മനസ്സിലാവുള്ളൂ. വേഗം ഇതുപോലെ ഒരു ചേച്ചി ഉണ്ടായാൽ നമുക്ക് ദിവസം ദിവസം വേറെ വേറെ ഡ്രസ്സുകൾ ഇടാം. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ചേച്ചിക്ക് വലിയൊരു താങ്ക്സ്. ഇതിൻ്റെ ഞാൻ 4 എടുത്തു കൊടുത്തു. പിന്നെ അതിലത്തെ 1-2 ആൾ തയ്ക്കും, 1-2 അമ്മ തയ്ക്കും. പിന്നെ കുഞ്ഞിനതിന് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ചേച്ചി ബാക്കിയുള്ളതൊക്കെ എനിക്ക് തയ്ച്ചു തന്നു. ഇതിനാണോ അടിയിൽ പ്രത്യേകിച്ച് പ്രിൽസും കാര്യങ്ങളൊന്നും ഇല്ല. ഒന്ന് അയൺ ചെയ്യണം കേട്ടോ. ഞാനത് ഇപ്പം നമ്മുടെ ആ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട കാരണം കൊണ്ടാണ്. അതേ കണ്ട നമുക്ക് 3 ഉടുപ്പുകൾ തയ്ച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ 3 ഉടുപ്പ്. ഇതിൽ ഏറ്റവും ഭംഗി കാണാനായിട്ട് ഈ ചോപ്പയല്ലേ. എനിക്ക് ഈ ചോപ്പയെ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ ചോപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുവപ്പ്, നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ ചോപ്പ. അപ്പോൾ ഇതിൽ എനിക്ക് ഈ ചോപ്പയാണ് ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുന്നവരാണ്, തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രസൻറ്റബിൾ ആയിട്ട് വന്നോളൂ കേട്ടോ. നമ്മൾ പാത്രം കഴുകുമ്പോഴും അടിച്ചു വാരുമ്പോഴും അലക്കുമ്പോഴും ഒക്കെ അടിപൊളിയായിട്ട് നിൽക്കണം. കിടക്കട്ടെ. അമ്മ 3-ാം ദിവസത്തില് മാർക്കോക്ക് എത്ര കിട്ടിയെന്നറിയോ? 11. മാർക്കോക്ക് എത്ര കളക്ഷൻ കിട്ടിയതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ശ്രീകുട്ടന്റെ ചർച്ചാ വിഷയം കേട്ടാ. അപ്പൊ നമ്മൾ വീണ്ടും പഴയ ഡ്രസ്സിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഞാനപ്പോ ഇനി പതുക്കെ പോയിട്ട് വരട്ടെ കേട്ടാ.
അവിടെ പോണ വഴിക്ക് ചിലപ്പോൾ ഇളയമ്മമാരുടെ അടുത്തേക്കൊക്കെ ഇവിടെ നമുക്ക് നമ്മുടെ ഇളയമ്മ അല്ലാണ്ട് അച്ഛനാണ് ഇവിടെ ഏറ്റവും മൂത്തത്. നമ്മുടെ മോഹനൻ, ഭാഗ്യരാജ് മോഹനനാണ് ഇവിടുത്തെ അച്ഛനാണ് ഏറ്റവും മൂത്തത്. അച്ഛൻ്റെ താഴെ 11 പേരുണ്ട്. എനിക്ക് തോന്നുന്നത് ശീമുട്ടി അമ്മായി ഉണ്ടായിരുന്നു, മൂത്തതാണോ എന്നറിയില്ല. അമ്മായി മരിച്ചു. പിന്നെ കുറേ ആൾക്കാരൊക്കെ മരിച്ചു കേട്ടോ. പിന്നെ പാപ്പന്മാരിൽ ഇനിയിപ്പോൾ രണ്ടാൾക്കാരൊക്കെ ഉള്ളൂ ബാക്കി. അമ്മായിമാരുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ഇളയമ്മമാരെല്ലാവരും നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ പോണ വഴിക്കാണ് ഞാൻ എല്ലാവരോടൊന്നും മിണ്ടിയും പറഞ്ഞൊക്കെ സമയം. എന്നും എല്ലാവരുടെ അടുത്തേക്കും പോവായിരുന്നു, എല്ലാവരും ഇങ്ങോട്ടും വരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് നേരമില്ല എന്ന് വിചാരിച്ചിട്ട് അവരാരും എന്നെ കാണാനും വരാറില്ല. എനിക്ക് നേരമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ പിന്നെ പരാതികളൊന്നുമില്ല, അവർക്ക് അറിയാം ഞാൻ തിരക്കിലാണെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ പരാതികളൊന്നുമില്ല. എങ്കിലും നമുക്കൊന്ന് ഇന്ന് പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഇളമ്മമാരെയൊക്കെ ഒന്ന് കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് ആടിപ്പാടി അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് പോയാലോ, വരൂ. വീടിൻ്റെ അടുത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീടിൻ്റെ അടുത്തൊക്കെ ആകുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകൾ, അത്ര വലിയ ആർഭാടുള്ള ഡ്രസ്സുകളൊന്നും വേണ്ട. ഞാൻ ഇങ്ങനെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ പോവാം. വന്നപ്പോൾ തന്നെ നമുക്ക് അടുക്കളയിൽ കയറി പണികളിലേക്കാണ്ട് കിടക്കുകയും ചെയ്യാം. നമ്മുടെ വീട്ടിൽ ഒഴിവ് ദിവസം മാത്രം കണ്ടുവരുന്ന ഈ പരിപാടിയാണ് അച്ഛനും മോനുള്ള ഗുസ്തി. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആസ്വദിച്ച് ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ദിവസത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകും. ഒരു ദിവസം ചെയ്താലും തീരാത്ത പണികളുണ്ടാവും കേട്ടോ നമ്മുടെ വീട്ടിൽ. ഇവിടെ ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഒപ്പത്തിന് ശ്രീകുട്ടനും ഉണ്ട് ഒപ്പം പിടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് അൽത്തുകുലത്തെ പരിപാടികളും വീടിൻ്റെ ചുറ്റും വൃത്തിയാക്കാനും ചെടികളും മാറ്റി നടാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തിരി നേരം ഒഴിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇരുന്നൂടെ എന്നുള്ള ചോദ്യം നമ്മുടെ വീട്ടിലെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ തോന്നുന്നു, നമുക്ക് 100 കൂട്ടം പണികളുണ്ടാവും. എനിക്ക് തോന്നുന്നു ഒഴിവ് ദിവസങ്ങളിലാണ് പണികൾ കൂടുതലുണ്ടാവാന്ന്. നമ്മൾ തന്നെയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവാറില്ല എന്ന് തോന്നാറുണ്ട് കേട്ടോ. നമ്മൾ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികളൊക്കെ അലക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ മുറ്റൊന്നും കാലത്ത് അടിച്ചു വരാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ അങ്ങോട്ടും അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ കുറച്ച് നേരം ഇട്ടത് ഞാനൊന്ന് വെയിൽ കൊള്ളിച്ച്, ഹാൻഡ് വർക്കൊക്കെ ഉള്ളതാണ്, വെയിൽ കൊള്ളിച്ച് നേരെ മടക്കി വെച്ചിട്ട് ഒരു വട്ടം കൂടി ഇട്ടിട്ട് ഇനി അത് ഞാൻ കഴുകുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് അലുത്തുകൊളുത്ത് പരിപാടികളുണ്ടായിരുന്നു. കുറേ പച്ചമുളക് തൈകൾ, ഇപ്പോൾ പച്ചമുളക് നമ്മുടെ വീട്ടിലില്ല, അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ അവിടെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ ഗ്രോ ബാഗ് കൃഷി അട്ടർ ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു തക്കാളി നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്നാലും വലിയ നല്ല രീതിയിലൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും ഇവനൊക്കെ മണ്ണിൽ നടന്നതാണ് കൂടുതൽ ഉചിതം എന്ന് എനിക്ക് ഈ ഒരു പ്രാവശ്യത്തെ കൃഷിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ മണിയുടെ ഒപ്പവും ശ്രീകുട്ടൻ്റെ ഒക്കെ ഒപ്പവും നമ്മുടെ കാടും മലയും ഒക്കെ കണ്ട് കുറച്ച് നേരം പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേർന്നപ്പോൾ ഇത്തിരി സന്തോഷം കിട്ടി. ഇവിടെ ഒതുക്കിയപ്പോൾ കിട്ടിയ എൻ്റെ തലമുറകൾ ഞാൻ പിന്നിട്ട് കൊടുക്കേണ്ട എൻ്റെ കുറച്ച് പാത്രങ്ങളാണ് കേസത്. വേറെ അതുപോലെ കുറേ ഉണ്ട് ഇതുപോലത്തെ കാസ്റ്റ് ആയ പാത്രങ്ങൾ കേട്ടോ. ഞാനിത് സത്യം യൂസ് ചെയ്യൽ കുറവായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇൻഡസ് വാലിയുടെയൊക്കെ നല്ല പാത്രങ്ങളായിരുന്നു, നല്ല പാത്രം കേട്ടാ ഇത്. പക്ഷേ എന്താ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇങ്ങനെ തുരുമ്പ് പിടിക്കും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം എന്ന്. അപ്പോൾ നമുക്ക് കഴുകിയിട്ട് ഇതിൽ എണ്ണ പരട്ടി ആ കേട്ട ശബ്ദം നമ്മുടെ ആ ന്യൂസ് 2 ക്ലോക്കിൽ നിന്ന് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നാളായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഭയങ്കര ആരോഗ്യപ്രദമാണെന്ന് എല്ലാവരും അവകാശപ്പെടുന്ന തെളിയിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ കാസ്റ്റ് അയൺ നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിൻ്റെ 1-2 കൂടി ഉണ്ട് കേട്ടോ. നമുക്കിത് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ട്രഡീഷണൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഒരുപാട് പേര് ഇതിൽ രണ്ടാമതിരിക്കുന്ന ചട്ടിയിൽ കറിയൊക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ എണ്ണ പരട്ടി വെക്കാണ്ട് വരുമ്പോഴാണ് നമ്മളിങ്ങനെ ഈ ക്രസ്റ്റ് വരുന്നത്, തുരുമ്പിക്കൽ വരുന്നത്. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് നന്നായിട്ട് വൃത്തിയാക്കി നമുക്ക് ഇനി ഇതിലൊക്കെ ആരോഗ്യപരമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നടക്കാറൊന്നുമില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നത് അടിപൊളിയല്ലേ. ഞാൻ കണ്ട ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ സംഭവങ്ങൾ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വന്നത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എണ്ണയൊക്കെ പരട്ടി വീണ്ടും നമ്മുടെ ഷെൽഫിൽ കയറ്റാമെന്നാണ് വിചാരിക്കുന്നത്. എത്ര ദിവസം ഷെൽഫിൽ ഇരിക്കുമെന്ന് അറിയില്ല. ഭാഗ്യമുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും കറികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം അല്ലേ. ഞാൻ കുറച്ച് നല്ലെണ്ണയൊക്കെ തടവി എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് എണ്ണ തടവുമ്പോഴാണ് ഇതിങ്ങനെ ക്ലാവ് പിടിച്ച പോലെ എണ്ണയൊക്കെ ഇങ്ങനെ കട്ടിയായിട്ട് ഒരു പച്ച കളറിലൊക്കെ വരും. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ ഒരു ടിഷ്യൂ കൊണ്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക വേണ്ടു കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല
ഭംഗിയാണ് കേട്ടോ. നല്ലൊരു സാറ്റിസ്ഫൈയിങ് ഫീലിംഗ് ആണ്. ഇവരെ കമത്തിയും മലത്തിയൊക്കെ ഇട്ടിട്ട് എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക. നല്ല ഇങ്ങനെ കുറത്തിങ്ങനെ ഇരിക്കുന്നേ. അപ്പോൾ ബാക്കിലും തേക്കാൻ മറക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ ക്രസ്റ്റ് ഇല്ലേ, നമ്മുടെ ഈ തുരുമ്പ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കാം. ഇനി ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി എടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ ആഗ്രഹം. നമുക്ക് എണ്ണയിൽ കുളിപ്പിച്ച് ഒരു എണ്ണക്കറുപ്പനാക്കി എടുക്കാവുന്ന എണ്ണക്കറുപ്പിന്നേഴകോ എൻ്റെ കൺമണിക്കോ നിറയഴകോ. ഇതെന്നാലും നമ്മുടെ ടൈല് വെക്ക് വേണം. 5 നിമിഷം ടൈല് കൂട്ടൂട്ടാ. അത് അതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയർ. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാമെന്ന് തോന്നുന്നു. നല്ല മുട്ടത്തല അല്ലേ, നല്ല മുട്ടത്തല മാറ്റി. നമുക്ക് പോയിട്ടേ അഗസ്ത്യ ചീര പൊട്ടിച്ചിട്ട് വരാം. നമ്മുടെ അഗസ്ത്യ ചീര നിറച്ച് പൂക്കൾ ഉണ്ടായിട്ടാ. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് അഗസ്ത്യ ചീര പൊട്ടിച്ചിട്ട് വരാന്ന്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിൽ ഒരു അഗസ്ത്യ ചീര തോരനും വെക്കാം. തോരൻ അല്ലെങ്കിൽ ഉപ്പേരി. അഗത്തിച്ചീര പൊട്ടിക്കാൻ പോവാ. നമ്മുടെ അഗത്തിച്ചീര വീണ്ടും നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ചേച്ചിമാരെല്ലാവരും പറഞ്ഞു അഗത്തിച്ചീര നമുക്ക് ഇലടക്കം കൂട്ടാൻ വെക്കാൻ പറ്റുന്നു. അപ്പൊ ഭാഗ്യം പറഞ്ഞു ഇലടക്കം കൂട്ടാൻ വെച്ചായോ മോനെ, ഇലടക്കം കൂട്ടാൻ വെച്ചായോ മോനെ. അത് കുറച്ച് ദിവസമായി പറയുന്നു. അപ്പോൾ നമ്മൾ ഡാൻസ് ക്ലാസ് തിരക്കൊക്കെ ആയ കാരണം കുറച്ച് ദിവസം ഞാൻ അതിന്റെ പിന്നാലെ ആടുന്നു. പിന്നെ നമ്മുടെ അതിന് കുറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. കുറച്ച് അമ്മയും ചേച്ചിയും ഒക്കെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്ന് അഗത്തിച്ചീര പൊട്ടിച്ച് കൂട്ടാൻ വെക്കാന്നത്. നമ്മുടെ തുളസിയുടെ തുളസി പൂ ഉണ്ടായ പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കണം, എന്നാലും ഇങ്ങനെ വിരിഞ്ഞു വരുള്ളൂ. നമ്മുടെ മുല്ലമുട്ട് ഉണ്ടാവാറായി, ചെത്തി ഉണ്ടായി. എന്താ നമ്മുടെ അടിയനിയത്തുമ്പോൾ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് കാണിച്ചു തരണോ അത് നാളെ കാണിച്ചു തന്നാൽ മതിയോ? നാളെ കാണിച്ചു തരാം. നമുക്ക് അഗസ്ത്യചീര പൊട്ടിച്ചിട്ട് വരാം. അഗസ്ത്യചീര പൊട്ടിക്കുക. അഗസ്ത്യചീര ഇതിൻ്റെ ഇലയാണ് കറി വയ്ക്കാന്ന് പറഞ്ഞു നമ്മുടെ ഒരു ചേർപ്പിലെ സ്വാമിയുടെ മകള്. പക്ഷെ അത് ഒടിക്കാൻ തോന്നണില്ല ഇലേട്ടാ, നിറച്ച് പൂളുണ്ടായ കാരണം. നമ്മളൊക്കെ കണ്ട ഇതൊക്കെ മുട്ട്, ഇതൊക്കെ വിരിയാളതാ. ഈ കാണുന്നൊക്കെ വിരിയാളതാ, വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ ഇലരടിയിൽ ഓരോ കൊല ഉണ്ടാവുക കണ്ട. ഉണ്ണികളെ ഒരു കഥ പറയാം, നമ്മുടെ അഗസ്ത്യചീരയുടെ കഥ പറയാം. അഗസ്ത്യചീര കഥ പറയാന്ന് പറഞ്ഞപ്പോ ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് കണ്ടപ്പോ എനിക്ക് ചേച്ചിമാര് കുറെ പേര് പറഞ്ഞായിരുന്നു ശ്രീ ഇതിന്റെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഭാഗം ഇതിന്റെ ഇലയാണ്. അന്നാ പിന്നെ നമുക്ക് ഇലമഴ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇതിനെ പതുക്കെ പതുക്കെ ഓരോ ഭാഗങ്ങളായിട്ട് അരിഞ്ഞെടുക്കവേ. ആദ്യം നമുക്ക് കഴുകാം, അല്ലെങ്കിൽ കഴുകിയില്ല ശ്രീ എന്നുള്ള കമന്റ് വരും. മണിത്തെന്നലും തരും പൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിൻ്റെ അതിന് കായുണ്ട്. കണ്ട പൂവിന്റെ ഉള്ളിൽ തന്നെ ഈ സാധനം കായ. അതെന്തേലും ചെയ്യാൻ പറ്റുമോ? കണ്ടടാ, ഇതിന്റെ ഈ മുട്ട് കാണുമ്പോഴാണ് എനിക്ക് ഇതിനെ പൊട്ടിക്കാൻ തോന്നാത്ത. സാരില്ല, നമുക്ക് അതിനും പൊട്ടിച്ചരിയാം. നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് കേട്ടോ ഈ പൂവരിയുന്ന പരിപാടി. ഇതിന്റെ തണ്ട് മാത്രം ഒന്ന് കളഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ എടുത്ത് അരിയാണ് ചെയ്തത്. എന്നോട് ചേച്ചിമാരെ അതിൻ്റെ ഉള്ളത്തെ പൂമ്പൊടിയൊക്കെ കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനേക്കാളും വിഷം കഴിക്കുന്ന നമുക്ക് ഇതൊക്കെ അങ്ങ് ദഹിച്ച് പോകുന്നേ എന്നൊക്കെ തോന്നിയിരുന്നെങ്കിലും ഞാൻ പൂമ്പൊടി കളഞ്ഞായിരുന്നു കേട്ടോ. മഞ്ഞ കളറിൽ ചെറിയൊരു പൂമ്പൊടി വരുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് നമ്മൾ പൂവൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയതായിട്ട് മേടിച്ചതല്ല, പഴയത് നമ്മൾ പുതിയതാക്കി എടുത്ത നമ്മുടെ കസ്റ്റമറിലാണ് ഇന്ന് നമ്മൾ പരിപാടികൾ ചെയ്യാൻ പോണത്. എനിക്ക് ഈ ഒരു ചെടിക്കുള്ള ബെനിഫിറ്റ്സ് തോന്നിയത് നമുക്ക് നന്നായിട്ട് വയറൊക്കെ നല്ലതായിട്ട്
എം ടി ആവുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇത് ഇലക്കറികൾ കഴിക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് മോഷൻ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊരു എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടും വെജിറ്റബിൾസ് നമ്മൾ 300 ഗ്രാം വെജിറ്റബിൾസ് ഒരു ഡെയിലി കഴിക്കണം എന്നാണ്. അതിൽ ഒരു 50 ഗ്രാമെങ്കിലും നമ്മൾ വെജിറ്റബിൾസ് മറ്റേ എന്താ പറയുക ലീഫി വെജിറ്റബിൾസ് കഴിക്കണം എന്നാണ് പറയണത്. അപ്പോൾ ഇതുപോലെ ചീരയോ മുരിങ്ങയിലയോ ഒക്കെ കിട്ടാവുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് നമ്മുടെ കാന്താരിയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് ആക്കുന്നുണ്ട്. നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർക്കണില്ല കേട്ടോ. നമ്മുടെ കാന്താരിയും കൂടെയാണ് നമ്മളിതൊന്ന് അവസാനിപ്പിക്കാൻ പോകുന്നത്. ഏറ്റവും വലിയ ചട്ടിയാണ് എടുത്ത് നമ്മളിത് മുകളിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ചക്കിയിലാട്ടിയത് അത് നമ്മുടെ അച്ഛൻ കൊണ്ടുവന്ന് തന്നതാ. നമ്മുടെ വീട്ടിൽ കടയിലത്തെ കുഞ്ഞു കുഞ്ഞു നാളികേരങ്ങളൊക്കെ വെട്ടിയിട്ട് അമ്മ സെറ്റാക്കിയിട്ട് അതുപോലെ അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും നമ്മുടെ കുഞ്ഞുള്ളിയും ധാരാളം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമ്മൾ വഴറ്റിയെടുത്ത് അതിലേക്ക് നമ്മുടെ ഈ ഒരു പൂവും അതോടൊപ്പം തന്നെ കായും ഇലയും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അല്ല ഇരുമ്പ് ചട്ടിയിലല്ലേ നമ്മൾ ഉണ്ടാക്കണേ, ഇതിനിപ്പോൾ കഴിക്കുമോന്ന്. പിന്നെ എനിക്ക് തോന്നി എന്തായാലും നനഞ്ഞു, ഇനിയിപ്പോൾ ഇങ്ങോട്ട് കുളിക്കാം, എന്തായാലും കഴിച്ചാലും ഞാൻ കഴിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കഴിച്ചൊന്നുമില്ലടാ. സാധാരണ എങ്ങനെയാണോ നമ്മുടെ സ്റ്റീൽ ചട്ടിയിലോ അല്ലെങ്കിൽ അലുമിനിയത്തിലോ വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കിട്ടുകയും ചെയ്തു കേട്ടോ. പിന്നെ എക്സ്ട്രാ ഇത്തിരി എരിവ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ 2-3 നമ്മുടെ നാടൻ മുളകില്ലാത്തതിൻ്റെ സങ്കടം എനിക്ക് നന്നായിട്ടുണ്ട് സുഹൃത്തുക്കളെ. എന്നാലും ഞാൻ നമ്മുടെ മറ്റേ മുളകുണ്ടല്ലോ, ഞാൻ നന്നായി മുളക് കഴിക്കുന്നു തോന്നുന്നുണ്ടല്ലേ. എനിക്ക് സ്പൈസി ഫുഡാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. എനിക്ക് മധുരത്തിനോട് ഒട്ടും താല്പര്യമില്ല. ഞാൻ മിഠായി പോലും കഴിക്കാത്ത ഒരാളാണ്. പക്ഷേ ഇവിടെ ഭാഗ്യനും ശ്രീകൂടനും ഒരുപാട് ചോക്ലേറ്റും സംഭവങ്ങളും കഴിക്കും. ക്വാണ്ടിറ്റി കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ച് നാളികേരം കൂടി ചിരകിയിട്ട് തോരനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ വെറ്റിച്ച് കുറച്ച് കിഴക്കൻ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു പച്ച കളർ വന്നത് അത് കാരണം കൊണ്ടാണ്. ഇനിയിപ്പോൾ പച്ച കളർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉടിച്ച മുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്താലും സെറ്റാവും. ഇത് എവിടുന്ന ശ്രീതിൻ്റെ വിത്തൊക്കെ കിട്ടുമെന്നുള്ളത് കുറേ കമൻറ്റുകളും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള DM ഒക്കെ കണ്ടു ഞാൻ. ആക്ച്വലി നമ്മൾ 20 രൂപ കൊടുത്തിട്ട് നമ്മുടെ മണ്ണുത്തിയിൽ നിന്ന് മേടിച്ച 2 തൈകളാണ് ഇത് കേട്ടോ. ഇതിൻ്റെ ഇലയും കൂടി വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ കൂട്ടാൻ വെക്കാനില്ല എന്നുള്ള പരാതി നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ. നമ്മുടെ വീട്ടിലെ ചീരയും കൊടപ്പനും ചേമ്പും ചേനും മത്തേൻ്റെ ഇലയും ഒക്കെ ആയിട്ട് ഇവിടെ അങ്ങനെ ഒരു പഞ്ഞേ നമുക്ക് ഉണ്ടാവാറില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കഴിക്കാൻ വേണ്ടിയിട്ട്. BPL കാർഡ് മാത്രം ഉണ്ടായാൽ നമുക്കിവിടെ പട്ടിണിയില്ലാണ്ട് ജീവിക്കാം എന്നാണ് പൊതുവെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രം വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിൽ ഇതാ നമ്മൾ എണ്ണ തടവി അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതങ്ങനെ ഇരുന്നോളും. ഇനിയിപ്പോ നമുക്കൊന്ന് സൺഡേ കാരണോട് നെക്സ്റ്റ് വരെ പോയാലോ, അവിടെ ഓഫറൊക്കെ നടക്കേണ്ടത് പറയുന്നത് കേട്ടു. അപ്പൊ ഞാൻ വിചാരിക്കാം എന്നാൽ പിന്നെ നമുക്ക് ഒന്ന് പോവാം. പിള്ളേരെ സ്കൂൾ കൂട്ടിയിട്ടൊന്നും എങ്ങോട്ടും കൊണ്ടുപോയില്ല. അപ്പോൾ ഒന്ന് നെക്സ്റ്റ് പോവാം. എനിക്ക് കുറച്ച് അലുത്ത് കൊടുത്ത സംഭവങ്ങൾ മേടിക്കാനുണ്ട്, നമ്മുടെ ഷൂട്ടിൻ്റെ ആവശ്യമായിട്ടുള്ളതൊക്കെ. അപ്പോൾ അത് മേടിക്കാം. അതിനേക്കാളും മുന്നേ നമുക്ക് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കണം, ഒരു അച്ചാർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ അച്ചാറില്ലാണ്ട് നമുക്കൊരു പോക്കും മുന്നോട്ട് പോയില്ല. അത് കാരണം ഇവിടെ അച്ചാർ ഇവിടെ മസ്റ്റാ. ഇവിടെ ചേട്ടന്മാർക്ക് കഞ്ഞിക്ക് ഏതെങ്കിലും ഒരു ഉപ്പേരി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഒരു അച്ചാർ, അതാണ് പതിവ്. മാത്രമല്ല എത്ര അധികം കൂട്ടാണ്ടെങ്കിലും ഒരു ഉരുള ചോറയിലേക്ക് ഉള്ളിൽ വെച്ചിട്ട് ഒരു അച്ചാർ ഇങ്ങനെ തൊട്ടതാക്കി ഇത്തിരി അച്ചാർ ഇങ്ങനെ തൊട്ടതാക്കിലേക്ക് ആ ചോറങ്ങനെ ഇറങ്ങാത്ത പോലെയാണ്. ശീലിച്ച കാരണം ഉണ്ടാവൂട്ടാ, മാറ്റി പിടിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോ പിന്നെ ചില ശീലങ്ങളൊക്കെ നല്ലതല്ലേ, ശീലങ്ങൾ നല്ലതാണ്. അപ്പൊ നമുക്ക് അച്ചാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ നെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ചാളായിട്ട് നെല്ലിക്കുമ്പോഴാണ് കമ്പം. നെല്ലിക്ക തിന്നാൻ ഭയങ്കര ബെനിഫിറ്റ്സ് ആണെന്നാണ് പറയണത്. ഞാൻ നമ്മുടെ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചെന്ന് മറ്റേ ഇതില്ലേ നമ്മുടെ ആ വാട്ടർ നമ്മൾ ഐസ് ക്യൂബ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്, ഇതൊന്നും ഡെയിലി കാലത്ത് കുടിക്കും കേട്ടോ. പറയാണ്ടിരിക്കാൻ പറ്റില്ല മക്കളെ, സംഭവം കിടുവാണ്, സൂപ്പറാണ്. ഞാനതൊരു ഷോർട്സ് ആയിട്ട് ഇടാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് വരുന്ന പാടുകൾ ഒരു ഗ്ലോ ഒക്കെ വരാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. പക്ഷെ എന്തൊരു ആയുർവേദ മെഡിസിൻ ആയാലും നമ്മൾ ഒരു 10-14 ദിവസമേ കഴിക്കാൻ പാടുള്ളൂ. കൂടി വന്ന ഒരു 20-21 ദിവസം. അത് കഴിയുമ്പോൾ നമ്മൾ ചുരുങ്ങിയത് ഒരു മാസത്തേക്കെങ്കിലും നിർത്തണം. എന്നിട്ട് വേറെ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ള വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ഉലുവ ഇട്ടിട്ടോ ഇപ്പൊ നമ്മുടെ ഈ നെല്ലിക്കയ്ക്ക് പകരം വേറെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിന് പതുക്കെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ മഞ്ഞളൊക്കെ ഡെയിലി കഴിക്കുന്നതേ അത്ര നല്ലതല്ല. നമ്മുടെ കിഡ്നിക്ക് ഓവർ സ്ട്രെയിൻ ആവും, ലിവറിനൊക്കെ. അപ്പൊ അങ്ങനെ നമ്മള് മറ്റേ വെളുക്കാൻ തച്ചത് പാണ്ടായി എന്ന് പറയില്ലേ, അതിനെയാണ് വെളുക്കാൻ തച്ചത് പാണ്ടായി എന്ന് പറയാ. അപ്പൊ അങ്ങനെ പാടില്ല. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് ദിവസം ഒരു 2-3-4 ദിവസം ഇരിക്കുന്ന രീതിയിൽ നമുക്ക് എന്തുണ്ടാക്കാം, ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം. പണ്ട് നമ്മുടെ ഫേവറേറ്റ് ആയിരുന്നു ചെമ്മീൻ ചമ്മന്തി. എന്നും നമുക്ക് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാവും. എന്റെ ചെമ്മീൻ ചമ്മന്തി ഭയങ്കര ഫേമസ് ആണല്ലേ. എനിക്കറിയാം നമ്മുടെ ചാനൽ പണ്ട് തൊട്ട് കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചെമ്മീൻ ചമ്മന്തി നമ്മള്
ഉണ്ടാക്കി നോക്കിയിട്ട് വിജയിച്ചിട്ടുണ്ടെന്ന് കുറെ ഫീഡ്ബാക്ക് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന് ഉള്ളി കുറെ വേണം, ഉള്ളി നന്നാക്കിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു മെഡിസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം യൂസ് ചെയ്തതിന്റെ ഒരാഴ്ച കഴിഞ്ഞാലോ 2 ആഴ്ച കഴിഞ്ഞാലോ ഒന്നും നമുക്ക് റിസൾട്ട് കിട്ടില്ല. ചുരുങ്ങിയ ഒരു 3 മാസം കഴിയുമ്പോഴാണ് അത് നമ്മുടെ ശരീരത്തിലേക്ക് ആഗീകരണം ചെയ്ത് അതിന്റെ റിഫ്ലക്ഷൻ പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ നമ്മളതൊരു 3 മാസം കണ്ടിന്യൂ ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. ബോഡിക്ക് അത് ഇപ്പൊ വിറ്റാമിൻസ് ആയാലും മിനറൽസ് ആയാലും അത് ഓൾറെഡി ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണ്ടേ. ഒരു വട്ടം ഉണ്ടാക്കിയിട്ട് നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മുടി കൊഴിച്ചിലിനായാലും നമ്മുടെ പിഗ്മെന്റേഷൻസിനായാലും ഇപ്പൊ നമ്മുടെ സൺസ്ക്രീൻ എന്നൊക്കെ പറയുന്നത് എന്നും ഇടേണ്ട കാര്യമല്ലേ. അപ്പൊ അതുപോലെയൊക്കെ തന്നെ എല്ലാ മെഡിസിൻസും കുറെ നാൾ യൂസ് ചെയ്യണം, എന്നാലാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. കുറെ നാളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 വർഷമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ക്ഷമയുള്ളവരാണ് ഈ വക പരിപാടിക്ക് പോകണ്ടോ. അല്ലെങ്കിൽ നമ്മുടെ തൈരും മറ്റേ രക്തചന്ദനത്തിന്റെ കട്ട വരച്ച് മുഖത്തിടുന്നതായിരിക്കും നല്ലത്, ആഴ്ചയിൽ 1 or 2 വട്ടമൊക്കെ. പക്ഷെ അതിന് മടിയുള്ള ആൾക്കാർ ഇതുപോലെയുള്ള നീണ്ട കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കൂടെ ചെയ്താൽ റിസൾട്ട് കിട്ടും. എന്തൊക്കെ ഇവിടെ പറയണേ, ഞാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ലേ അതന്നെ. ഉച്ചയ്ക്ക് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് കാരണം ഉച്ചയ്ക്ക് അവിടെ നിന്ന് ബിരിയാണി കഴിച്ചു. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചമ്മന്തിയും ഈ ഒരു ഉപ്പേരിയും അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കണം. ഈ സാധനങ്ങൾ ഉണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടാവില്ലേ, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ നമ്മൾ എല്ലാ കറികളിലേക്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ. ഇത് കണ്ട, വറ്റൽമുളക് ഉണ്ട്, ഉള്ളി ഉണ്ട്, ഇത് നമ്മുടെ കാന്താരി ഇട്ടാ. കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ഇടാം, അല്ലെങ്കിൽ സാധാരണ എൻ്റെ വാഷിംഗ് മെഷീൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണെന്ന് ആൾ വിളിച്ചോതിയിരിക്കുന്നു. അതായത് നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഒരു 1-2 പൊറ്റ് നമ്മുടെ വെളുത്തുള്ളി, ഒരു ഇച്ചിരി ഇത് ദഹിച്ച് പോകണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇഞ്ചി, പിന്നെ പുളി, കറിവേപ്പിൻ്റെ ഇല ഒക്കെ നമുക്ക് നമ്മുടെ അടുത്ത പാത്രം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, അതിൽ സെറ്റാക്കാം. വെളിച്ചെണ്ണയിൽ ഒഴിക്കുമ്പോൾ നമ്മുടെ കറികൾക്കൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റ് വരും, അല്ലെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് വരും. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊക്കെ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്തൊക്കെയുണ്ട്? വേപ്പിൻ്റെ ഇല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുളി, ഉപ്പ്, വറ്റൽമുളക്. എന്ത് സംഭവങ്ങളും അധികം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് രുചി കുറയും എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാനും എന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾക്കാരും കേട്ടോ. പക്ഷേ എനിക്ക് ഈ ചമ്മന്തിപ്പൊടിയൊക്കെ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുന്നത് ഭയങ്കര ബെനിഫിഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നുമില്ല എന്ന് വിചാരിക്കുക, ഇത്തിരി ചോറും ഈ ചമ്മന്തി അല്ലെങ്കിൽ ഇത്തിരി കഞ്ഞിയും ഈ ചമ്മന്തിയും കൂട്ടി ഇളക്കി ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ഈ സംഭവം സെറ്റാവും കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് പോകുന്നത് ഈ വക സംഭവങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതുപോലത്തെ ഗ്രൈൻഡഡ് കോക്കനട്ടൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്തിൻ്റെങ്കിലും കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ. നമ്മൾ നാളികേരത്തിലേക്ക് മീൻസ് കൂട്ടാനിലേക്ക് അരക്കലും കാര്യങ്ങളൊന്നും ഇത് ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള കുറച്ച് ഡിഷുകളുണ്ടല്ലോ, അതിലേക്ക് എനിക്ക് ഇതുപോലത്തെ 1-2 പാക്കറ്റൊക്കെ മേടിച്ച് വയ്ക്കും. ഈ സ്ക്രാപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ ഡ്രൈ ആക്കിയിട്ടുള്ള നമ്മുടെ ഈ ഒരു നാളികേരം ഉണ്ടല്ലോ, അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നീ ഇത് എത്ര ഹെൽത്തി ആണെന്നൊന്നും ചോദിക്കരുത് എൻ്റെ അടുത്ത്. പക്ഷേ നമുക്ക് തീരെ സമയമില്ലാത്ത നേരത്ത് ഇത്തിരി ചമ്മന്തിയൊക്കെ അരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇത് സെറ്റാണ്. ഇതുപോലെ തന്നെ അവിടെ നിന്ന് 67 രൂപയ്ക്ക് കിട്ടുന്ന ഈ കുഞ്ഞ് മീനുണ്ടല്ലോ, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്കൊരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഫുള്ള് എടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ദിവസമായി മേടിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ ഇന്ന് എന്തായാലും നെക്സ്റ്റ് പോകുമ്പോൾ നമ്മൾ ഇത്തിരി മേടിക്കുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മൊത്തത്തിൽ അങ്ങോട്ട് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടന്മാർക്ക് കഞ്ഞി കൊടുക്കാനോ, അല്ലെങ്കിൽ ശ്രീകുട്ടൻ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ അവൻ ചോറാണ് ഉണ്ണുക, അപ്പോൾ അവന് ആ ചോറിൻ്റെ അറ്റത്തിരി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചോറ് അങ്ങോട്ട് ഇറങ്ങി പോകാനോ അടിപൊളിയാണെന്ന് തോന്നിയിട്ടുണ്ടേ. അപ്പോൾ അത് മുഴുവൻ എടുത്ത് നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കൊക്കെ നിൽക്കും. ഇനിയിപ്പോൾ ചേട്ടന്മാർ പണിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കൊന്നും നിൽക്കില്ല കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ പണിക്ക് വരുന്ന ചേട്ടന്മാർ ഒരു ഗ്യാങ്ങാണ്, അവർ 6-7 പേരുണ്ടാവും. അത് ഒരു ദിവസത്തേക്ക് ഒരു നേരത്തേക്കുള്ളതൊക്കെ തന്നെയായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇളയമ വന്നു. ഞാൻ പറഞ്ഞു കഴിക്കുന്ന പോലെ ചോദിച്ചു, കഴിക്കൊന്നുമില്ല. അതല്ലേ, അപ്പൊ പൂവിന്റെ വേറൊരു ടേസ്റ്റ് വരുന്നില്ല, ഒരു വഴുവഴുപ്പ് പോലെ വരുന്നത്. പക്ഷെ ഹെൽത്തി അല്ല, ഞാൻ മരുന്ന് കഴിക്കണോടെ കഴിച്ചാൽ മോട്ടർ നിറയ്ക്കാൻ വന്നതാണ്.
ഇളയമ മോട്ടർ അടിക്കാൻ വേണ്ടി വന്നതാണ് അത്ര. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരിയും കൂടി നേരം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് കൊണ്ടുവന്നത്, നമ്മൾ കടയിൽ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ കടയിൽ ഇറങ്ങിയായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് നാരങ്ങയും അതുപോലെ തന്നെ നല്ല വലിയ നെല്ലിക്ക എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നെല്ലിക്കയുമ്പോഴാണ് ഇപ്പം എൻ്റെ ജീവിതം കിടക്കണമെന്ന് തോന്നണ പോലെയാണ്. അങ്ങനെ നമ്മൾ നെല്ലിക്കൊക്കെ ഒന്ന് ആവിമ വേവിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നെല്ലിക്ക അച്ചാർ ശ്രീകുട്ടനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെറിയൊരു പുളിയും പിന്നെ ഒരു ചവർപ്പ്, അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ നെല്ലിക്ക ഉപ്പിലിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അത് അച്ചാറിടുമ്പോൾ ഉള്ള കാര്യം പറയണ്ടല്ലോ, വായിൽ വെള്ളം വരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ അതൊന്ന് ആവി കയറ്റി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എണ്ണയിൽ വറുത്തെടുത്താലും മതി. പക്ഷേ ആവി കയറുമ്പോൾ നമുക്ക് കയ്പ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞ് കിട്ടും. പിന്നെ നെല്ലിക്ക എപ്പോഴും ആവി കയറ്റി എടുക്കുന്നതാണ് നല്ലത്. ആ ചമ്മന്തി പൊടി ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. ഇളയമ്മയ്ക്ക് തിരിച്ച് ചമ്മന്തി കൂട്ടി ചോറുണ്ണണം എന്നൊരാഗ്രഹം. അപ്പോൾ ഞാൻ ഇളയമ്മയോട് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറഞ്ഞു നോക്കാണ് ഇളയമ്മയുടെ അടുത്ത്. പണ്ട് തൊട്ട് എൻ്റെ പരീക്ഷണ വസ്തുവായിരുന്നു ഇളയമ്മ. പിന്നെ ഇപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാവാറില്ല, ഇപ്പം അങ്ങനെ പരീക്ഷിക്കാനുള്ള സമയങ്ങൾ കിട്ടാറില്ല. ഇപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എന്താ പറയുക, നിത്യാഭ്യാസി അണിയെടുക്കും എന്ന് അറിയില്ലേ, ചെറിയൊരു അഹങ്കാരം ഉണ്ടല്ലോ എൻ്റെ വാക്കുകളിൽ, അത് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാ. ഈ ഒരു കാലഘട്ടത്തിലൂടെയും അല്ലെങ്കിൽ ഈ ഒരു ജീവിതാവസ്ഥകളിലൂടെയും കടന്നുപോയ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മളെല്ലാം പിടിക്കും മക്കളെ, എല്ലാം പിടിക്കും. അപ്പോൾ വേറെ ഒരാൾ സഹായത്തിനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോ ആവും, അൾട്ടിമേറ്റ് പ്രോ മാക്സ്. അങ്ങനെ നമ്മൾ ഇളയമ്മയ്ക്ക് കുറച്ച് നമ്മുടെ കറിയും അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ദിവസത്തേക്ക് ഇനി കറികളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചമ്മന്തി കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാം. ഫൈനലി ഇതിലാണ് ഇനി ഉണ്ടാക്കാനായിട്ടുള്ളതല്ല ഉണ്ടാക്കിയത്, അതും കൂടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മണത്ത് നോക്കുക, ഞാൻ എല്ലാം മണത്ത് നോക്കും കേട്ടോ. എനിക്ക് മണത്ത് നോക്കണ ശീലം, ഈ മണവും ഭയങ്കര വീക്ക്നെസ്സാണ്. ഈ മണം വെച്ച് ഞാൻ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കാറുണ്ട്. അത് കാരണം കൊണ്ട് എനിക്ക് ചില മണങ്ങളും അല്ലെങ്കിൽ ചില സംഭവങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആവാടെ. ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു അസുഖമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം മുന്നേ അമ്പഴങ്ങിയും നെല്ലിക്കയും കൂടി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ പൂപ്പൽ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ അതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തണുത്തിരിക്കുക. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള അച്ചാർ പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആക്ച്വലി നമ്മളിന്ന് അച്ചാർ ഇട്ടില്ല, നമുക്ക് നാളെ ഇടാം. നമ്മൾ ഇന്നത്തോണ്ടൊന്നും അവസാനിപ്പിക്കണില്ലല്ലോ, അതെനിക്ക് സമയം കിട്ടിയില്ലടാ. അതിൻ്റെ ഇടയിൽ വേറെ അൽത്തുവലത്ത് പരിപാടികൾ വന്നു. അപ്പൊ അത് അത്രയും നേരിയതാന്നുള്ള കാര്യം മനസ്സിലായില്ലേ? നേരിയതാണല്ലോ, ടേസ്റ്റ് ഉണ്ട്. ചീരയുടെ പോലെ തന്നെ ചോറിനുമ്പോ കഴിക്കാം. വേറെ സാധനം അതെ, അതിനോടൊക്കെ പിന്നെ അലർജിയാ. ഗംഭീരം യോഗല്ലേ അമ്മണിയെ പാവറക്കുക. നമുക്കിന് അച്ചാറിടാം കേട്ടാ. ചേട്ടന്മാര് വാഴമണിയൊക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പകായ കുട്ടിക്ക് കഴിക്കാം. നമ്മൾ വാഴത്തോട്ടത്തിൽ ഇറങ്ങിയിട്ടാണ് നെസ്റ്റോളിക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഇരുട്ടാവാറായിട്ടുണ്ടായിരുന്നു. സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്, രാത്രി ആവാറായിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ പിള്ളേർക്ക് വലിയ ഒഴിവൊന്നും ഉണ്ടാവില്ല. കുഞ്ഞൻ +2 ആണ്, അവൾക്ക് എക്സാം തുടങ്ങാറായി. ശ്രീകുട്ടന് പിന്നെ കുഴപ്പമില്ലല്ലോ, എങ്ങനെയായാലും ചെലകാന്നുള്ള രീതിയിൽ. അപ്പോൾ കൊച്ചിങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ചിറ്റ വാ നമുക്ക് എങ്ങടെയെങ്കിലും പോവാന്ന്. അങ്ങനെ ഞങ്ങൾ പറമ്പിലെത്തിയപ്പോൾ ഒരു ചേട്ടൻ പുല്ലൊക്കെ അരിഞ്ഞ് പശുവിന് കൊണ്ടു കൊടുക്കാനൊക്കെ ആയിട്ട് പോവായിരുന്നു. പശുവിന് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുല്ലരിഞ്ഞ് നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു യാത്ര അവസാനിക്കുന്നത് നെസ്റ്റോലാണ് കുട്ടികളെ, നെസ്റ്റോലാണ്. എടാ നമ്മുടെ വാഴ കണ്ടില്ലേ, അതിനെ കുറിച്ച് പറയാൻ ഞാൻ മറന്നു. വാഴ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഭാഗ്യം സെറ്റപ്പ് ആക്കി നിർത്തിയിട്ടുണ്ട് വാഴേനെയൊക്കെ. നമ്മൾ പൂങ്കുന്നത്ത് വഴിയാണ് പോകുന്നത്. പൂങ്കുന്നം തിരുവമ്പാടിന് മുമ്പിക്കോടെ അങ്ങോട്ട് പോയി. ഞാൻ ആദ്യമാണ് കേട്ടോ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനും ഈ ഒരു വഴിയും കാണുന്നത്. അങ്ങനെ എത്ര വഴികൾ നമ്മുടെ ജീവിതത്തിൽ അല്ലേ. ഇതേ പോണ് നമ്മുടെ വന്ദേ ഭാരത്. वो जा रहे हैं वंदे भारत. आपने देखा? समझ गया. हाँ समझ गया. ശ്രീകുട്ടൻ അത് പറഞ്ഞോ. ഞാൻ എപ്പോഴും ശ്രീകുട്ടനോട് സംജ, അപ്പൊ ശ്രീകുട്ടൻ സമജ് ഗയ. നമ്മള് ഗുജറാത്തി പോയപ്പോ ഹിന്ദി പഠിച്ചായിരുന്നല്ലോ. അമ്മയുടെ we are going to Nesto guys.
എന്താ അല്ലേ കുറച്ച് കുറവുള്ള ആൾക്കാരുടെ പോലെ ഇപ്പോഴും ട്രെയിനും വിമാനമൊക്കെ കാണുമ്പോൾ പതുക്കെ മുകളിലേക്ക് നോക്കുന്നതും അല്ലെങ്കിൽ രണ്ട് കൈയൊക്കെ അടിച്ച് അങ്ങനെ ആ ട്രെയിൻ പോകുന്നത് വരെ അങ്ങ് ദൂരേക്ക് മറയുന്നത് വരെ നോക്കി നിൽക്കുന്നതായിട്ടുള്ള ഒരു 90 കിഡ് അതൊക്കെ തന്നെയാണ് നമ്മൾ എന്നുള്ള കാര്യം നമ്മൾ ഇതുപോലെ ചില സമയങ്ങളിൽ മനസ്സിലാക്കും. അങ്ങനെ നെസ്റ്റോയിലെത്തി അവിടെ നിന്ന് പതിവ് പോലെ തന്നെ ഞങ്ങൾ ഇനി ഒരു ട്രോളിയുമായി ഊര് തണ്ടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറയാം കുരുവൊക്കെ വരുന്നുണ്ട്, വെറുതെ എടുക്കണ്ട മിഠായി പിന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കലേ നമ്മളിതാ പയറ് പരിപ്പ് കടല കോംബോയിൽ അവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റ് ഇതിപ്പോൾ നെസ്റ്റോളത്തെ കാര്യമല്ല, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒരുപാട് പൈസയും കുറേ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ തോന്നുന്നു ഏറ്റവും വില കുറവ് അതിനാണ്. പക്ഷെ വീട്ടിലെത്തിയ സംഭവങ്ങൾ കുടഞ്ഞിട്ട് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവാറില്ല. ഞാൻ വിചാരിക്കാറുണ്ട് ഇത്രയും സാധനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പൈസ നമ്മുടെ കൃഷ്ണേൻ്റെ കടയിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാളും കൂടുതൽ സംഭവം കിട്ടുമായിരുന്നു എന്ന്. എങ്കിലും ഒരു മാനസിക തെറാപ്പി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ളൊരു സന്തോഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലെല്ലാം കണ്ടിങ്ങനെ പർച്ചേസ് ചെയ്ത് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുമ്പോൾ തോന്നാറുണ്ട്. ഒരു മൂഡ് ചേഞ്ച് എന്നും ചെയ്യുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂഡ് ചേഞ്ച് ഉണ്ടാവാറുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ ഇവിടുന്ന് സംഭവങ്ങളൊക്കെ മേടിച്ച് പിസയൊക്കെ മേടിച്ച് കടയിൽ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഏട്ടായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെ പോയാവോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചിരിച്ച് കളിച്ച് കുറച്ച് ഡ്രസ്സുകളൊന്നും അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. അതൊക്കെ നമ്മൾ നോക്കി കുറച്ച് നേരം ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു. ഞാൻ 1-2 ഗ്ലാസ്സൊക്കെ എടുത്തായിരുന്നു. ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഗ്ലാസ് നല്ല വലുപ്പമുള്ളത് എടുത്തായിരുന്നു. പിന്നെ ഈ ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. 250 റുപ്പീസായിരുന്നു ഇതിനുണ്ടായിരുന്നത്. 259 റുപ്പീസ്. നല്ലതായിരുന്നു, നല്ല വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കുറേ ഓഫറിലൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന ഒരു ദിവസം വൈകുന്നേരം പാതിരാത്രിയായി വീട്ടിൽ പോയപ്പോൾ. പിന്നെ ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ മേടിച്ചു. അതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.